ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ എന്തോ ഒരു പാസ്റ്റിന്റെ ഒരു സിറ്റുവേഷൻ ഇല്ല ഒരു പാസ്റ്റിന്റെ ഒരു പേഴ്സൺ അത് ഓൾമോസ്റ്റ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത എനർജി ആയിരുന്നു. ഒരു ഗിവ് അപ്പ് ചെയ്ത സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾക്ക് അതിൽ ഒട്ടും ഹോപ്പ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ പാസ്റ്റിന്റെ എനർജി ഇപ്പൊ തിരിച്ചു വരാൻ നോക്കുകയാണ്. അപ്പോ ഇതൊരു അറിയണ പേഴ്സൺ ആണ്. അതല്ലച്ച ഒരു മുമ്പത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇതെന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഉള്ളത് അതും നമ്മൾക്ക് നോക്കാം. അപ്പോ ഇവിടെ ഞാൻ കാണുന്നത് പാസ്റ്റില് ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഫയർ സൈൻ ആണ് കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അതല്ലച്ച ഇത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ പേഴ്സൺ ആണ്. ഓക്കെ, ഇത് പാസ്റ്റിന്റെ ഏതൊരു പേഴ്സൺ ഇല്ലേച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ ചിലവർക്ക് ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആവാം, ഇല്ലേച്ച ചിലവർക്ക് ഇതൊരു കരിയർ റിലേറ്റഡ് സിറ്റുവേഷൻ ആവാം. എന്തായാലും ഈ പാസ്റ്റിന്റെ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഇത് ഒരു അറിയണ പേഴ്സൺ ആയിരുന്നു. നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ കുറെ സമയമായിട്ട് ഇൻവോൾവ് ആയിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരിക്കാം, അതല്ല മേ ബി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ പേഴ്സന്റെ കൂടെ. ഇതൊരു ജോലിയുടെ കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങളും ഈ കമ്പനി കുറെ ആയിട്ട് സെയിം കമ്പനിയിലായിരിക്കും നിങ്ങളുടെ ജോലി ഉണ്ടാവുക. ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു പാസ്റ്റില്. ഈ പേഴ്സൺ ചിലപ്പോൾ ബ്ലോക്ക്ഡ് ആയിരിക്കാം, അതല്ലച്ച ഈ സിറ്റുവേഷനിൽ എന്തോ കാര്യങ്ങൾ മുമ്പോട്ട് പോവുണ്ടായിരുന്നില്ല. ഈ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുണ്ടായിരുന്നില്ല. അവര് കമ്മിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിന്റെ കാരണം കാര്യങ്ങള് നിങ്ങൾ വിട്ട് പോയി പറഞ്ഞ അതിനെ നിങ്ങൾക്ക് ഒട്ടും ഒരു ഹോപ്പ് ഇല്ലാണ്ടായി. ആൻഡ് നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അത് ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഇപ്പൊ ഒന്നും ഉണ്ടാവില്ല, ഇപ്പൊ എനിക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്നത് ഈ പേഴ്സൺ മുമ്പേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പോ അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. കുറെ ഒരു സ്പീഡിന്റെ എനർജി ഉണ്ട്. അപ്പൊ ഇത് ഉടനെ ഉണ്ടാവാൻ പോണ ഒരു കാര്യമാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നോക്കും. ഈ സിറ്റുവേഷൻ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരും. ആൻഡ് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഉടനെ ഉണ്ടാവാൻ പോണ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോ ഇത് അത്ര സമയം എടുക്കാൻ പോണില്ല. പാസ്റ്റിൽ എന്തായിരുന്നു ഇവിടെ ബ്ലോക്ക് എന്ന് നോക്കുമ്പോ ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 10 ഓഫ് പെന്റിക്കിൾസ് ഒരു ഫാമിലി എനർജിയാണ്. അപ്പോ ചിലവർക്ക് ഈ പേഴ്സൺ മാരിഡ് ആയിരുന്നു, അതല്ല അവരുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷനിൽ ഓക്കെ ആയിരുന്നില്ല. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഇല്ലച്ചാ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ഓക്കെ, ഇതിന്റെ കാരണം ഇപ്പോ എന്താ ചേഞ്ച് ആയിരിക്കണം? ഇപ്പോ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണേ വെച്ചാൽ ഞാൻ കാണുന്നത് അവരിപ്പോ അവരുടെ ആ സിറ്റുവേഷനിൽ സെറ്റിൽ ഡൗൺ ചെയ്തു. ഓക്കെ, അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ ഫാമിലി സിറ്റുവേഷനിലും കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ അവരുടെ ഫാമിലിനെ ചൂസ് ചെയ്തു, നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തു. അതല്ല നിങ്ങളോടൊന്നും പറയാണ്ട് അവർ ആ സിറ്റുവേഷനെ വിട്ടു. ഇപ്പൊ എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ ഇപ്പോ കുറെയൊക്കെ സെറ്റിൽ ഡൗൺ ആയിട്ടുണ്ട്. ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണത് എന്താ വെച്ചാ ഒരു നൈറ്റ് ഓഫ് വോൺസ് എനർജി വെച്ചിട്ടാണ് വരണേ. അപ്പോ ഇതൊരു ഇൻ ആൻഡ് ഔട്ട് പേഴ്സന്റെ എനർജിയാണ്. അപ്പോ ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവര് തിരിച്ചു വരണതും ഒരു സ്റ്റെബിലിറ്റി അല്ല കൊണ്ടുവരണേ. അവർ ഇപ്പോഴും ഒരു പ്ലെയർ എനർജിയിലാണ്. അവര് ഒരു പാഷൻ എനർജി വെച്ചിട്ടാണ് വരണേ. ഒരു സീരിയസ് കണക്ഷൻ വെച്ചിട്ടല്ല വരണേ. എന്താ വെച്ചാൽ അവരുടെ ഓൾറെഡി ലൈഫിൽ ഒരു സ്റ്റേബിൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവര് ഇപ്പോ അതുണ്ടായിട്ടും അവർ എവിടെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ബട്ട് അവർ ഇപ്പോ വരണ കാരണം അതും ഒരു സ്റ്റേബിൾ റീസൺ അല്ല. അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഞാൻ ഫസ്റ്റ് ഉടനെ കാണുന്നത് എന്താ വെച്ചാ തുടക്കത്തിൽ ഒരു ചെറിയ മെസ്സേജ് ആയിരിക്കും.
ഹായ് ഹലോ അങ്ങനത്തെ ഒരു മെസ്സേജ് ഇല്ല വെച്ചാൽ അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെയൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയും ഈ പേഴ്സൺ ആദ്യം തിരിച്ചു വരാൻ നോക്കുന്നുണ്ടെന്ന്. അത് ഒരു ഫസ്റ്റ് സൈൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ കാണുന്നത് ഇവിടെ അവർ കുറെയൊക്കെ കാര്യങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഓക്കെ, മുമ്പത്തെ സിറ്റുവേഷൻ വേറെ ആയിരുന്നു, ഞാൻ ചെയ്തത് ശരിയായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ ഹീൽ ചെയ്തിട്ട് അവര് ഇപ്പൊ ഒരു പുതിയ ഓഫർ കൊണ്ടുവരാണ്. ഈ ഓഫർ കുറെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഓഫർ ആയിരിക്കും, കുറെ ഒരു എന്താ ക്ലാരിറ്റി ഉള്ള ഓഫറാണ്. അപ്പൊ അവരങ്ങനെ ഒന്നും മറച്ചു വെക്കാൻ നോക്കല്ല. പക്ഷെ ഞാൻ ഇവിടെ കാണുന്നത് എന്താ വെച്ചാ, ഈ ഓഫർ വന്നിട്ടും സിറ്റുവേഷനിൽ ഒരു മാറ്റമൊന്നുമില്ല. അവർ ഇപ്പോഴും ഒരു തേർഡ് പാർട്ടിയിൽ തന്നെയാണ്. അവര് പറയണത് കുറെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്, ബട്ട് അവര് ആ തേർഡ് പാർട്ടിന്ന് വിട്ടിട്ടല്ല വന്നേ. ഓക്കെ, അവരെ ഇപ്പോഴും ആ സെയിം എനർജി കൊണ്ടുവരികയാണ്. അപ്പോ ഒരു മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ഒരു കുറച്ച് ക്ലാരിറ്റി ഉണ്ട്, ഒരു പുതിയ ഓഫർ ഉണ്ട്. ആൻഡ് ആ ഓഫറും ഒരു സ്റ്റേബിൾ ലോങ് ടേം ഓഫർ ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യും, ഒരു എന്താ പറയാ, ഒരു ഡിസ്കണക്ഷൻ ആയി ഫീൽ ചെയ്യും, ഒരു ഡിസപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ആവും. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു സോളിഡ് ഓഫറോ ഇല്ല വെച്ചാൽ പ്രപ്പോസൽ കൊണ്ടുവരുന്നുണ്ടാവും. ബട്ട് അങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇപ്പൊ ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാൽ എന്തോ ഒരു ഓഫർ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി മുമ്പത്തെ മാതിരി ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യലി നിങ്ങൾക്ക് തോന്നും ഈ ഓഫർ ശരിയല്ല. ഇതിന്റെ മുമ്പേ എനിക്ക് ഒരു നല്ല ഓഫർ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ചെയ്യണ ജോലി അതിൽ കുറച്ച് നല്ല ഓഫർ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ വേറെ എന്തോ ആയിരുന്നു, പക്ഷെ ആ ഓഫർ ഈ എക്സ്പെക്ടേഷന് മാച്ച് ചെയ്യൂല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഇവിടെ വന്നിരിക്കണത് എന്താ വെച്ചാൽ, യൂണിവേഴ്സ് പറയണത് അത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കുറെ കെയർഫുൾ ആവണം. എന്താ വെച്ചാൽ ഇവിടെ ഉടനെ നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ആദ്യം ഒരു വൺ സൈഡഡ് എനർജി മാതിരിയാണ് ഞാൻ കാണുന്നത്. പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ് കുറെ എഫേർട്ട് ഇടാൻ പോണത്, മറ്റേ പേഴ്സന്റെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് കുറവാണ്. അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പേഴ്സൺ വന്ന് ഓഫർ തരുന്നുണ്ടെങ്കിലും അതൊരു ഈക്വൽ ബാലൻസ്ഡ് ഓഫർ അല്ല. ഓക്കെ, അത് അപ്പോഴും നിങ്ങളാണ് കൂടുതൽ എഫേർട്ട് ഇടാൻ പോണത്. ഈ പേഴ്സൺ വരണത് ഞാൻ പറഞ്ഞ മാതിരി മാരിഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ആരോ ഉണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ കാരണം ഈ സിറ്റുവേഷൻ കുറെ ചാലഞ്ചിങ് ആണ്. അത് മാത്രമല്ല ഇവിടെ കുറച്ചൊരു ഈഗോ ഇഷ്യൂ ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് കുറെ കെയർഫുൾ ആവണം. അത് മാത്രമല്ല നിങ്ങൾക്കും ഒരു ടെംപ്ടേഷൻ ഉണ്ടാവും ഈ പേഴ്സന്റെ കൂടെ തിരിച്ചു പോവാൻ, ഈ ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യാൻ. ബട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബോൾഡ് ആയി ഡിസിഷൻ ആണ് എടുക്കാൻ പറയണത്. ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനാണ് പറയണത്. യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ ദർ ഇസ് സംതിങ് ബെറ്റർ. അപ്പൊ ഇത് കാട്ടിലും ഒരു നല്ല ഓഫർ നിങ്ങൾക്ക് ലൈഫിൽ കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയണേ. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റിൽ യെസ് എന്ന് എഴുതുക. അത് മാത്രമല്ല നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.